കൊലവിളി പ്രസംഗത്തിൽ വിശദീകരണവുമായി CPM രംഗത്ത് വരികയാണ്. ഫറോക്ക് ഏരിയ കമ്മിറ്റി അംഗം M. സമീഷാണ് പ്രസംഗം നടത്തിയത്. ഫറോക്ക് മേഖലയിൽ ലീഗ് പ്രവർത്തകർ വ്യാപകമായി ആക്രമണം അഴിച്ചുവിടുകയാണ്. മുസ്ലിം ലീഗ് അക്രമങ്ങളെ പ്രതിരോധിക്കും എന്താണ് പ്രസംഗത്തിൽ ഉദ്ദേശിച്ചത് എന്താണ് സമീഷ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും. ഒരു തർക്കവും വേണ്ട. ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഞങ്ങൾക്ക് അരിവാള് കൊണ്ടും ചില പരിപാടി അറിയാം. അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരം മുസ്ലിം ലീഗുകാരനായിട്ടുണ്ടാക്കരുത്. പാർട്ടി ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഈ അരിവാൾ കൊണ്ട് പല പണികളും അറിയാമെന്ന് പ്രസംഗിച്ചത് CPM ഫറോക്ക് ഏരിയ കമ്മിറ്റി അംഗമായ സമീഷാണ്. അരിവാൾ കൊണ്ട് എന്തൊക്കെ ചെയ്യുമെന്നാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത്? അതിൻ്റെ ഒരു കോണ്ടസ്റ്റ് മാത്രമേ നിങ്ങൾ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനുള്ള ഇടപെടലാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുണ്ടായത്. ഫറോക്കിനകത്ത് സമാധാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നിലകൊള്ളും എന്ന് പ്രസംഗിച്ചത് ഞങ്ങളാണ് പ്രസംഗിച്ചത്. അവിടെ ഞങ്ങൾ നാവ് കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രവൃത്തി കൊണ്ട് ആ പ്രദേശത്തിനകത്ത് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാൻ ലീഗ് ശ്രമിക്കുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം മാത്രമായിട്ടാണ് നിങ്ങളിതിനെ കാണേണ്ടത്. ആഹ്ലാദ പ്രകടനമാണോ സംഘർഷത്തിലേക്ക് പോയത്? അല്ല, ആഹ്ലാദ പ്രകടനമല്ല. ആഹ്ലാദ പ്രകടനം സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് ഞങ്ങളൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് എടുക്കും. ഇത് അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിച്ചു കഴിഞ്ഞു. പക്ഷേ കേവലം 4 ആളുകൾ മാത്രം വീടുകൾക്കകത്തേക്ക് വന്നു. അവിടെ നിന്ന് സ്ഫോടക വസ്തു നേരെ വീടിന് നേരെ എറിയുന്നു. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യമാണ് വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത്. അവരെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ്. അതുമാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിയെ പ്രദേശത്തിനകത്ത് താമസിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം ലീഗ്. അത്തരത്തിൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രതിരോധം തീർക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. മുസ്ലിം ലീഗ് അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാണോ ഈ വാക്കുകളിലൂടെ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ, മുസ്ലിം ലീഗിൻ്റെ കൂടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വർഗീയ കക്ഷികൾ കൂട്ടിച്ചേർന്നിട്ടുണ്ട്. ആ വർഗീയ കക്ഷികളുടെ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് ഫറോക്കിനകത്ത് ആക്രമണം ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫറോക്കിനകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. CPM നേതാവിൻ്റെ പ്രസംഗം വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പക്ഷേ അതിനെ കേവല പ്രതിരോധമായി മാത്രം കണ്ടാൽ മതിയെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ജോം ടി കെയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.